നിങ്ങൾ ആലോചിച്ചു വിരോധാഭാസം. എന്ത് പച്ച വർഗീയതയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് CPM-ന്റെ നേതാക്കന്മാരുടെ സ്ഥിതി. ഇതല്ലേ നടക്കുന്നത്? ആ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾ ബത്തേരിയിൽ ക്യാമ്പ് നടത്തിയിട്ട് തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി എല്ലാ തലങ്ങളിലും അതിന് സജ്ജവുമാണ്. കേരളത്തിലെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോവാണ്. ഈ ആലപ്പുഴ നഗരസഭയിൽ SDPI-യുമായിട്ട് ചേർന്നുകൊണ്ട് LDF ഒരു വികസന സമിതി പിടിച്ചെടുത്തിരിക്കുന്നു. അതേസമയം തന്നെ രാമഗിരി പഞ്ചായത്തിൽ BJP-യും കോൺഗ്രസും പരസ്പര ധാരണ വന്നിട്ട് ഒരു വികസന സമിതി സ്ഥിരസമിതി തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെ ഒരു ധാരണകൾ വന്നിട്ടുണ്ട്. BJP-ആയിട്ടും അതേസമയം SDPI-ആയിട്ടൊക്കെ LDF-ന് ഒരു ധാരണ വന്നിട്ടുണ്ട്. മുൻകൈയെടുത്ത് തന്നെയുള്ള ധാരണയാണത്. അതായത് ഇന്നലെ എനിക്ക് വലിയ തമാശ ഒന്ന് AK ബാലൻ്റെ ഒരു പ്രസ്താവന ഇന്ന് കണ്ടു. തനി വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. AK ബാലൻ നടത്തിയ പ്രസ്താവനയല്ല, AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ SDPI-യുടെ സഹായത്തോടുകൂടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് നേടാൻ CPM പരസ്യമായി നടപടിയെടുത്തിരിക്കുകയാണ്. അവരാണ് തിരിച്ചു പറയുന്നത് കോൺഗ്രസ് വന്നാൽ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. നിങ്ങൾ ആലോചിച്ചു വിരോധാഭാസം. എന്ത് പച്ച വർഗീയതയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് CPM-ന്റെ നേതാക്കന്മാരുടെ സ്ഥിതി. ഇതല്ലേ നടക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് വർഗീയ ശക്തികളുമായി യാതൊരു മുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിക്കുന്ന പ്രശ്നവുമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ് അക്കാര്യത്തിൽ. മറ്റത്തുണ്ടായപ്പോൾ നിലപാട് വളരെ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. LDF മലക്കം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഉന്നയിക്കുന്ന കാര്യമാണെങ്കിൽ കേരളീയ സമൂഹത്തിൽ വർഗീയതയുടെ വിഷം വിളമ്പാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് സത്യം. അല്ല, CPM പ്രസ്താവന പിൻവലിക്കുന്നതുകൊണ്ട് തീരില്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയത വിളമ്പുന്ന രീതിയിലല്ലേ അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത്. കാരണം ഇത് അതിൻ്റെ യഥാർത്ഥ വാസ്തവം ഇപ്പോൾ ആലപ്പുഴ കണ്ടു. SDPI-ആയിട്ട് മുന്നണി ഉണ്ടാക്കുന്ന അവർ SDP ആയാലും BJP ആയാലും വർഗീയ ശക്തികളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ ഈ ഒരു വളരെ വളരെ വില കുറഞ്ഞ ഒരു ആരോപണം, വർഗീയ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ?